ഫെയറിൽ നാട്ടിൽ നിന്ന് 101 എഴുത്തുകാരുമായിട്ട് എത്തിയ പെണ്ണില്ലം പബ്ലിക്കേഷൻസിന് എല്ലാവിധ ആശംസകളും. പെണ്ണില്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ പുരുഷ സാന്നിധ്യം കുറയ്ക്കുന്നില്ല, പുരുഷന്മാരും ഇതിലുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഒരു മഹത്തായ ഒരു വലിയ കാര്യമാണ് നടക്കുന്നത്. പെണ്ണില്ലത്തിൻ്റെ അമരക്കാരിയായ രാജിമ 101 പേരെ കോർത്തിണക്കിക്കൊണ്ട് 101 പുസ്തകങ്ങളുമായിട്ട് ഈ മണ്ണിലെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം നൽകുകയാണ് ഈ വേദിയിലേക്ക്. പെണ്ണില്ലം എഴുത്തണം പബ്ലിക്കേഷൻസിന്റെ രണ്ടാമത് വെഞ്ചറാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 43ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 62 സ്ത്രീകൾ എഴുതിയ 62 പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തു. എല്ലാവരുടെയും സഹായവും അനുഗ്രഹത്തോടെ വീണ്ടും 101 പുസ്തകങ്ങളുമായി ഈ ശാഖയുടെ മണ്ണിൽ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും എഴുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറെ പ്രിയം. അതുകൊണ്ട് ഇന്ന് 101 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. 10 പുസ്തകങ്ങൾ വീതമാണ് നമ്മൾ ആദ്യം പ്രകാശനം ചെയ്ത 10 പേരുടെ. ആദ്യം ഇവിടെ 12 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇനി ഒരു നിറഞ്ഞ കൈയടിയൊക്കെ നമുക്ക് തരാം. പ്രകാശം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത് ആകാശമൊപ്പങ്ങൾ പ്രകാശം ഏറ്റുവാങ്ങുന്നത് ഷാജി മുസ്താൻ.
ഞാൻ ഇന്റർവ്യൂ തന്നെ പുസ്തകത്തിന്റെ പ്രകാശന കൊടുക്കുന്ന വീട്ടിൽ തന്നെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ആരംഭിച്ച ഒരു ചെറിയ കൂട്ടായ്മ ഇന്ന് വളർന്നു പന്തലിച്ച് ഈ നാട് മുഴുവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തു കൂട്ടായ്മയെ മാറി. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും ഈ പെണ്ണിലും എന്ന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. എന്നിൽ ഉറങ്ങിക്കിടന്ന എഴുത്തിനെ പൊടിതട്ടിയെടുത്ത് ഒരു എഴുത്തുകാരി, നല്ലതെന്ന് എനിക്ക് ഉറച്ചു പറയാൻ കഴിയില്ല എങ്കിലും ഒരു എഴുത്തുകാരിയാക്കി മാറ്റിയ എന്റെ പെണ്ണിലത്തിന്റെ നട്ടല് ഈ ശാന്തിയുടെ മണ്ണിൽ ഇത്രയും സന്തോഷത്തോടുകൂടി കഴിഞ്ഞ വർഷം നിന്നപ്പോൾ ഇങ്ങനെ വീണ്ടും വന്ന് നിൽക്കുമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ പ്രതിജ്ഞ എടുത്തിട്ട് പോയ ഞാൻ എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന പെണ്ണിലത്തിന്റെ ഇല്ലത്തമ്മയായ ശ്രീമതി രാജി അരവിന്ദ്, ഈ പെണ്ണിലം എന്ന പ്രസ്ഥാനത്തിന്റെ നട്ടലും നെടുത്തൂണുമായ ശ്രീമതി രാജി അരവിന്ദിനെ ഏറെ സ്നേഹത്തോടുകൂടി, ഏറെ അഭിമാനത്തോടുകൂടി, ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം വലിയ സ്നേഹ അഭിവാദ്യങ്ങളും പെണ്ണിലം പബ്ലിക്കേഷന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരികയാണ്. 62 പേരുടെ പുസ്തകമായിട്ട് ശാന്തിയുടെ മണ്ണിൽ ഇവിടെ എത്തിയതിൻ്റെ ഒരു ആവേശവും ആ ഒരു സന്തോഷവും അടുത്ത വർഷവും ആവർത്തിക്കാൻ കഴിയും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോയ ആ മുഹൂർത്തങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പെണ്ണിലം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യങ്ങളൊന്നും വിശദീകരിച്ചപ്പോൾ സംസാരിക്കാൻ സമയമില്ല. കാരണം 5 മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ 2 മണിക്കൂർ ഈ നടത്തേണ്ട പരിപാടിയിൽ 5 മിനിറ്റ് തന്നാൽ അധികമൊന്നും സംസാരിക്കാൻ കഴിയില്ല. അതങ്ങനെ ഈ പരിപാടി നമുക്ക് പരിപൂർണ്ണ വിജയമാക്കി തീർക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് നേരത്തെ അവതാരക ശ്രീമതി സുധാകൈതാരം പറഞ്ഞതുപോലെ, ഷാജി സാറ് പറഞ്ഞതുപോലെ, കണ്ണൂർ ജില്ലയുടെ, കേരളത്തിൻ്റെ വടക്കൻ ജില്ലയായ കണ്ണൂർ ജില്ലയുടെ ഇരിട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ കീഴൂരെന്ന ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പെണ്ണിലം. ഒരു വർഷം കൊണ്ട് ഷാർജയുടെ അന്താരാഷ്ട്ര വേദിയായ 2024 ഷാർജ ഫെസ്റ്റിവലിൽ 62 പുസ്തകങ്ങൾ ഒരു വേദിയിൽ സ്ത്രീകളുടെ മാത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനശ്രദ്ധയിലേക്ക് വന്നത്. അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് പെണ്ണിലത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വളരെ അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 62-ൽ നിന്ന് 174-ലെത്തി നിൽക്കുകയാണ് പെണ്ണിലത്തിന്റെ പുസ്തകങ്ങൾ. ഇപ്പോൾ 101 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആണ്ടോറയ്ക്ക് ഒക്കെ 2 വർഷം കൊണ്ട് ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇറക്കി. അങ്ങനെ 174 പുസ്തകങ്ങളുമായിട്ട് ആണ് ഇപ്പം എഴുത്തുകാരുമായിട്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അടുത്ത വർഷം എന്താകും എന്നുള്ളത് ഒരു തീരുമാനം എനിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ പെണ്ണിലത്തിന് ഒരുപാട് മെമ്പർമാരുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്. അതോടൊപ്പം തന്നെ പെണ്ണിലത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പുരുഷന്മാരുണ്ട്.
അവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവരുടെയൊക്കെ നിർദ്ദേശവും അവരുടെയൊക്കെ അനുഗ്രഹവും സഹകരണവും ഒക്കെ കൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള ഒരു പ്രയാണം നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ 62 പുസ്തകത്തിൽ നിന്നും 101 പുസ്തകത്തിലേക്ക് എത്തിയതോടൊപ്പം തന്നെ ഞങ്ങളൊരു സ്റ്റാളും കൂടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഹാൾ നമ്പർ 7-ലെ റിസൾട്ട് 3E-ൽ പെണ്ണിലത്തിൻ്റെ ഒരു സ്റ്റാൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ആ സ്റ്റാളിൽ പെണ്ണിലത്തിൻ്റെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒക്കെ തന്നെ സ്റ്റാൾ സന്ദർശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തക പ്രകാശനം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നിർദ്ദേശിക്കപ്പെട്ട ആൾക്കാർ, വരാൻ കഴിയാത്ത എഴുത്തുകാരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ വിധിയിൽ നമ്മുടെ അവതാരകർ പറയുന്ന ആ ക്രമം അനുസരിച്ചിട്ട് വന്ന പുസ്തകം പ്രകാശനം ചെയ്ത് എഴുതിയവരെയും ഇനി ഇരിക്കുന്നവരെയും അതേപോലെ എൻ്റെ നേതൃത്വത്തെയും ഞങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാവണം. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ വേദിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വേദിയിലിരിക്കുന്ന ശ്രീ സുധീരമേടം 100 പുസ്തകങ്ങൾ എഴുതി ചരിത്രം സൃഷ്ടിച്ച ഒരു വലിയ എഴുത്തുകാരിയാണ്. ലോകം മുഴുവൻ അറിയുന്ന എഴുത്തുകാരിയാണ്. എല്ലാ സഹായങ്ങളും എന്താ ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ് സുധീര മേഡം. അതേപോലെ തന്നെ ഷാജി സാറ് കഴിഞ്ഞ വർഷവും ഈ വേദിയിൽ ഇതേപോലെ തന്നെ എല്ലാ സപ്പോർട്ടും നിന്നും കൂടെ നിൽക്കുകയും ഇന്നിവിടെ ഞങ്ങൾ ഈ ഷാർജയിൽ വന്നപ്പോൾ അതിന് എല്ലാ സഹായങ്ങളും ചെയ്ത് എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് പോകേണ്ട ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ് ഷാജി സാറ്. അതേപോലെ തന്നെ ഇപ്പോൾ വേദിയിൽ ഇരിക്കുന്നത് ശ്രീ കുമാർജിയാണ്. കുമാർജിയുടെ പേര് കുമാരട്ട പാണന്റെ മുഖം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് സജീവ് കുമാർ എന്നാണ്. അത് എങ്ങനെയായാലും ഞങ്ങളൊക്കെ എൻ്റെ പെണ്ണിലത്തിലെ മെമ്പർമാരെല്ലാം കുമാരേട്ടൻ എന്ന് ഞാൻ കുമാർജി എന്ന് വിളിക്കും. ഒരുപാട് സഹായം എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. കുമാരി എന്നെ അമ്മയുടെ സ്ഥാനത്തും കാണുന്നു. കുമാർജിയുടെ ഒരുപാട് സഹായം പ്രോത്സാഹനങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. ഇപ്പോഴും അവരെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഒരുപാട് ശ്രദ്ധിക്കില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ അവതാരകർക്കും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ പുസ്തക പ്രകാശനങ്ങൾ ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ ഈ വലിയ വേദിയിൽ, ഈ മഹത്തായ വേദിയിൽ പ്രകാശനം ചെയ്യാനുള്ള ആവേശത്തോടുകൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹ നിർമ്മലമായ ആശംസകളും തുടർന്ന് അങ്ങോട്ട് പോകാനുള്ള എല്ലാ പ്രേരണകളും സന്തോഷങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ പെണ്ണില്ല ഇനിയും അടുത്ത വർഷവും ഈ വേദിയിൽ ഇതേപോലെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിലത്തിന്റെ സർവ്വ സകലതുമായ രാജീവ് മേളത്തിന് 5 മിനിറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അതിന് കുറവേ സംസാരിക്കാൻ പാടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം പെണ്ണിന്റെ കരുത്താണ് നമ്മളിവിടെ കാണുന്നത്, പെൺശക്തി അതാണ് നമ്മളിവിടെ കാണുന്നത്. 101 പുസ്തകവുമായിട്ട് ഷാർജയിലേക്ക് വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അതിന്റെ എഡിറ്റർ ആരാണ്? ഒരാളാണ്, രാജീവ് മേഡം. അപ്പൊ അവരുടെ ഇച്ഛാശക്തി അവരുടെ തലേന്ന് എന്താ പറയുക, തലക്ക് ശരിക്കും വെളിവില്ലാത്ത പോലെ ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പുസ്തകങ്ങൾ തന്നെത്താൻ ചെക്ക് ചെയ്ത് തന്നെത്താൻ പ്രൂഫ് നോക്കി പുസ്തകങ്ങളാണ് അവർ ഇതിന് വിടുന്നത്. അപ്പൊ ആദ്യം തന്നെ അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്. പെണ്ണില്ലത്തിന്റെ ഇല്ലത്തമ്മയായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷേ അവര് ശരിക്കും ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു പെൺകരുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്രയധികം സ്ത്രീകളെ കൂട്ടാൻ തന്നെ എളുപ്പമല്ല അല്ലെ. സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുന്ന വളരെ പ്രയാസമാണ്. 2 പുരുഷന്മാരോ എത്രയോ പുരുഷന്മാരോ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ സ്ത്രീകളെ ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള പിന്നെ ചൊല്ല് തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ തിരുത്തിക്കൊണ്ട് എല്ലാ സ്ത്രീകളെയും ഒന്നിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പെണ്ണില്ലത്തിന് കഴിഞ്ഞ വർഷവും ഞാൻ ഒരു പരിപാടിക്ക് വന്നിരുന്നത്. ഈ വർഷം 34 സ്ത്രീകളാണ് വന്നിട്ടുള്ളത്. 101 പുസ്തകങ്ങൾ ഇറക്കുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഷാർജ ബുക്ക് ഫെയറിൽ തന്നെ റെക്കോർഡ് വിധിച്ച സംഭവങ്ങളാണ്. അപ്പൊ ഈ സാഹിത്യത്തിന് ജീവിതത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഈ ഒരു ചടങ്ങിനോടെ മനസ്സിലാവാൻ ലോകം മുഴുവൻ എത്തേണ്ടുന്ന ഒരു ചടങ്ങാണെന്ന്. ശരിക്കും എല്ലാ അനീതിക്കും നേരെ പോരാടാൻ എഴുത്തുകാർക്ക് ഒരായുധമേ ഉള്ളൂ, അത് വാക്കാണ്.
ഈ വാക്കിന്റെ തരത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് സ്ത്രീകളുടെ ഉള്ളിലുള്ള സ്വാതന്ത്ര്യദാഹം ഉണർന്നത്. അപ്പൊ അവർക്ക് എഴുതാനുള്ള ആഗ്രഹം, തങ്ങളുടെ ഉള്ളിലെ കടിഞ്ഞാണിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവര് കെട്ടുപൊട്ടിച്ച് പുറപ്പെടുന്ന സാഹിത്യത്തിലൂടെ ജീവിതത്തോട് തന്നെ പൊരുതി ജീവിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് നമുക്കറിയാം. എഴുതാൻ മോഹമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, പക്ഷെ അത് പബ്ലിഷ് ചെയ്യാനാണില്ല. അങ്ങനെയുള്ള സമയത്താണ് പെണ്ണില്ലം പോലെയുള്ള ഈ പുസ്തകശാലകൾ അല്ലെങ്കിൽ പ്രസാധകര് മുന്നോട്ട് വരുന്നത്. പ്രസാധകർ എന്ന് പറയുകയാണെങ്കിൽ ഇതില് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ഇവർ തന്നെയാണ്. 101 പുസ്തകത്തിന്റെ പിന്നിലും രാജ്യങ്ങളിൽ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് വിഭാവന ചെയ്യുന്നതിൽ അപ്പുറത്താണ് ഇവരുടെയൊക്കെ കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാതന്ത്ര്യബോധം, സ്വന്തം സ്ഥാപനം, ഇതൊക്കെയാണ് സ്ത്രീ എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുരുഷാധിപത്യമല്ല, അതിനപ്പുറം ഉള്ള സ്ത്രീ സ്വത്വത്തെയാണ് ശരിക്കും ഓരോ എഴുത്തുകാരിയും വിഭാവന ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും കല എന്ന് പറഞ്ഞ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കലാകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരി ആരാണ്? ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയും ലോകം കാണാത്തത് കാണിച്ചു കൊടുക്കുകയും ലോകത്തിന്റെ ഇഷ്ടത്തോടെ പാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് എഴുത്തുകാരൻ. അപ്പൊ നമ്മളൊക്കെ എഴുത്തുകാരികൾ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് തന്നെയാണ്. കാരണം അടുക്കളപ്പണി മുഴുവൻ ചെയ്തിട്ട് അല്ലെ, ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷമാണ് നമ്മൾ പേന കയ്യിലെടുക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ശരിക്കും വികലീകൃതമായിട്ടുള്ള സ്ത്രീ ബിംബം തലച്ചുടച്ച് നിശബ്ദതയെ വഞ്ചിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സീമോൺ ദെ ബോവാർ, അതുപോലെ ബെറ്റി ഫ്രീഡൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള വിദേശത്തുള്ള ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ സ്ത്രീയുടെ അധികാരത്തിനായി മുന്നോടി കൂട്ടുന്നത്. പക്ഷെ നമ്മൾ അവകാശം കൂട്ടാനല്ല, നമ്മൾ സമൂഹത്തെ ഉടച്ചു വാർക്കാനാണ് ശ്രമിക്കുന്നത്. അത് അധികം ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഇവിടെ 101 പുസ്തകത്തിന്റെ പ്രകാശനം നടക്കാനുണ്ട്. പക്ഷെ സ്ത്രീ ആരും തനിക്ക് സ്ത്രീകൾക്ക് താൻ ആര് എന്നൊരു ആദായം, തൻ്റെ ഐഡന്റിറ്റിയുടെ അന്വേഷണം നടത്താൻ ഈ കൂട്ടായ്മ, പെൺകൂട്ടായ്മ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ സ്വന്തം സ്വാത്മകേന്ദ്രിതമായിട്ടാണ് അല്ലെ. ആദ്യം നമ്മുടെ അനുഭവമാണ് എഴുതുന്നത്. നമുക്ക് ഒരുപാട് എന്താ പറയുക, അനുഭവങ്ങളുടെ തീപ്പൊള്ളലേറ്റ ജീവിതമാണ് സ്ത്രീകളുടേത്. പക്ഷെ നമ്മുടെ സ്വാത്മകേന്ദ്രിതമായിട്ടുള്ള കൃതി രചനയല്ല, ചുറ്റും എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് കൃഷ്ണനായരാണ് എന്നെ തിരുത്തി തന്നത്. എന്റെ കൃതികളൊക്കെ വരുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് അവര് എന്നെ പറ്റി ആദ്യം അദ്ദേഹം പരീക്ഷിച്ചത് എന്താ വെച്ചാൽ 5 രൂപ നോട്ട് പിച്ചക്കാരന് എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഈ സ്ഥിര ദാമ്പത്യത്തെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം എനിക്ക് കത്തെഴുതി, കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മൾ ചുറ്റും നടക്കുന്നത് എഴുതണം. അപ്പൊ വെച്ചാൽ അതിനെ ആവിഷ്കരിക്കുകയാണ് നമ്മൾ വേണ്ടത്. പുറത്തെന്നല്ല, രക്തമംഗിലമായിട്ടുള്ള ഒരു വ്രണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉച്ചനിക്കുന്ന അധരത്തിൽ നിന്നോ പുറപ്പെടുന്ന സംഗീതമാണ് സാഹിത്യം. അല്ലാതെ നമ്മൾ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ആവണമെന്ന് വെച്ച് എഴുതരുത്. നമ്മുടെ ഉള്ളിൽ സർഗാത്മകതയുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. എഴുത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം എന്നല്ല, നമുക്കറിയാം. സഹനവും സമരവുമാണ് ഓരോ എഴുത്തും. അപ്പൊ അങ്ങനെയുള്ള എഴുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നുള്ള ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കുടുംബം പോലെ പെണ്ണില എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജി മേഡത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.